മൈൻഡ് എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ഇതൊക്കെ തടസ്സമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പല ചലഞ്ചസും വരുമല്ലോ. നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ രാവിലെ തൊട്ട് എഴുന്നേറ്റ് ഉടനെ തന്നെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നല്ലോ, ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നും ചിന്തിച്ചു ഒരു ചിന്തയുടെ പുറമെ വേറെ ചിന്തകൾ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു ഗോളൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ, പക്ഷെ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. യെസ്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരാളും ഇല്ല. എല്ലാവർക്കും അവരുടെ ജീവിതം നന്നായിട്ട് പോകണം, പിന്നെ അവരുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എവിടെയാണ് നമുക്ക് അതിന്റെ ഒരു തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് തിരിച്ചറിയാൻ പോകുന്നത്. എസ്പെഷ്യലി ഈ ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും കാണുന്നത്. നമ്മുടെ ലൈഫ് ഡിസൈൻ മാസ്റ്റർ എന്ന് പറയുന്ന കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവർക്കത് കൂടുതൽ ഡെപ്ത് ആയിട്ട് എങ്ങനെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളത് അവർ ലേൺ ചെയ്ത് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇത് കാണുന്ന വ്യക്തികള് ഈ ഓരോ വീഡിയോസും ഇതിനകത്ത് ഇടുന്ന ലെങ്തി വീഡിയോസ് അത് ടൈം എടുത്ത് നിങ്ങൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ലൈഫിൽ മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും കരിയറിലാണെങ്കിലും അതുപോലെ തന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ എസ്പെഷ്യലി എനിക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ നെഗറ്റീവ് തോട്ട്സിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ചത്. കാര്യം പല റീസൺസ് കൊണ്ട് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പിന്നെ ഓവർ തിങ്കിങ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു തെറാപ്പിസ്റ്റിനെയോ ഒക്കെ കണ്ട് നിങ്ങൾ അത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. യെസ്, അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ പല ചലഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ പല തോട്ടുകൾ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് വളർന്നു വന്നപ്പോൾ ഉണ്ടായ പല കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് അതിനെ ഓരോന്നോരോന്നായി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ബിക്കോസ് ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് ഇങ്ങനെ വരുന്ന തോട്ടുകളെ കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിനുള്ള ആൻസേഴ്സ് അത് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ നെഗറ്റീവ് ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന്, പാസ്റ്റ് ആയിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നത്. അത് ചിലപ്പോൾ പാസ്റ്റ് ഫെയിലിയേഴ്സ് ആയിരിക്കാം. മേ ബി നമുക്ക് ഫിയർ ഓഫ് ഫ്യൂച്ചർ എങ്ങനെയാകും എന്ന് ആലോചിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ നമുക്ക് വരാം. പിന്നെ സ്വയമായിട്ട് നമ്മൾ തന്നെ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സുകൾ നമുക്ക് സംഭവിക്കാം. സെൽഫ് ജഡ്ജ്മെന്റും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിൽ നിന്നും നമുക്ക് എന്ത് സംഭവിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ നമ്മുടെ ലൈഫിലേക്ക് വരാം. ഓക്കെ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമല്ല. അത് മൈൻഡ് തന്നെ ഇമാജിൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. റിയാലിറ്റിയിൽ അത് സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സത്യമാണോ? ഈ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്കൊരു ചിന്ത വന്നു, അത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയായിരിക്കാം, പക്ഷെ അത് നമ്മുടെ ലൈഫിൽ നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ അതിനെ കൂടുതൽ ചിന്തിച്ച് അതിനെ വഷളാക്കാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണെന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, പക്ഷെ നമ്മൾക്ക് എന്താ പറയാ, നല്ലതായിട്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ തോട്ട്ഫുൾ ആയിട്ടുള്ള ആക്ഷൻസിലോട്ട് പോയി ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വരുന്ന ആൾക്ക് അതിന്റെ ഫ്രീക്വൻസിയും അതിന്റെ ആ ഒരു കാര്യം വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയ ഒരു പരിധി വരെ നമുക്ക് ഈ ഓവർ തിങ്കിങ് നിയന്ത്രിക്കാനും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം പറഞ്ഞു നമ്മൾ പഴയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു, പാസ്റ്റ് ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റ് ഫെയിലിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു, അത് പരാജയപ്പെടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതൊരു പ്രൂഫ് ആയിട്ട് സൂക്ഷിക്കും. കാരണം ഇത് നമുക്ക് വേണമല്ലോ, ഒരു ഡേറ്റ് നമുക്ക് കിട്ടി, അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. നമ്മൾ ശ്രമിക്കുമ്പോഴാണല്ലോ പരാജയപ്പെടുന്നത്, പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്തു, അതൊരു പ്രൂഫ് ആക്കി നമ്മൾ മനസ്സിൽ വെച്ചു, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രൂഫ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊക്കെ വലുതായി നമ്മൾ പിന്നെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ആ ഒരു ആഗ്രഹം കാണുമല്ലോ, ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും. അപ്പൊ ബിസിനസ് ഒക്കെ ആരംഭിക്കാനൊക്കെ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് യെസ്, ഞാൻ അന്ന് പണ്ട് വേറെ കാര്യങ്ങളൊക്കെ ശ്രമിച്ചപ്പോൾ ഫെയിലായി, അപ്പൊ എനിക്കിത് ഈ ഒരു ഐഡിയ വർക്ക്ഔട്ട് ആവോ എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, മൈൻഡ് പറയാൻ തുടങ്ങും. അപ്പം
എന്താ ഓൾറെഡി ഉള്ള ഫെയിലിയർ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും ഫെയിൽ ആകും എന്നൊരു ചിന്തയിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതൊരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, ഒരു ഫ്യൂച്ചർ പ്രിഡിക്ഷൻ നമുക്ക് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തിനാണ് അതങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൈൻഡ് ഒരു സേഫ്റ്റി മെക്കാനിസം പോലെയാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മളെ കംഫോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ശ്രമിക്കുന്നത്. നമുക്കൊരു ആപത്ത് വരാൻ പാടില്ല. ആ പെയിൻ എക്സ്പീരിയൻസ് വീണ്ടും എനിക്ക് അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. മൈൻഡിന് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ട്, ഇത് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഫിയർ ഓഫ് ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു മൈൻഡ് കൺട്രോൾ അല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ മൈൻഡ് എന്തിലായിരിക്കും, പാസ്റ്റിലായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിലായിരിക്കും, ഫ്യൂച്ചറിലായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, പാസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്തൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. ഓക്കെ, പണ്ട് എന്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു, എനിക്കിപ്പോ അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് പഴയ കാര്യങ്ങൾ ആലോചിച്ച് എന്ത് പറ്റും, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. ഇനി നമ്മൾ ഫ്യൂച്ചർ ആണ് ആലോചിക്കുന്നത്, അയ്യോ എന്താകും എന്റെ ഫ്യൂച്ചർ, ഞാൻ ഇങ്ങനെ പോയാൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആൻസൈറ്റി ഉണ്ടാകാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഈ പ്രസന്റ് മൊമെന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഈ പ്രസന്റ് മൊമെന്റ് ആണ്. ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, നമുക്കൊരു കരിയറിലേക്ക് നമുക്ക് അടുത്തൊരു കാൽ വെക്കണം, നമുക്കൊരു അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകണം. നമ്മൾ എന്താ ആലോചിക്കുന്നത്, ഓ ഇത് ഞാൻ പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ എന്ന് നമ്മൾ ആലോചിച്ച്, ചിലപ്പോൾ അതൊന്നും നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ ആലോചിക്കുകയാണ് ഇത് അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജഡ്ജ് ചെയ്യുമായിരിക്കും, എനിക്ക് ഇന്ന ഒരു കാര്യം ചെയ്യണം, പക്ഷെ ഞാൻ ഇങ്ങനെ മറ്റുള്ള ആളുകൾ എന്ത് പറയും, ഇങ്ങനെ എപ്പോഴും നമ്മൾ ഒരു ഫ്യൂച്ചറിലോട്ട് എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേടിക്കുന്നു. ഓക്കെ, ഫെയിൽ ആയാൽ എന്താകും, ഇങ്ങനെ നമ്മൾ പേടിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, ഇതൊരു റിയാലിറ്റി ആവുന്നില്ല, ഒരു ഫ്യൂച്ചർ ഇമാജിനേഷൻ മാത്രമായിരിക്കും, അതൊന്നും നടന്നിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തലേന്ന് ഇരുന്ന് ആലോചിക്കുകയാണ്, ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും അത് സംഭവിക്കും എന്ന് ആലോചിക്കും. ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാമല്ലോ. യെസ്, എനിക്കത് കിട്ടും, എനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് ഉള്ള തോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ പോകുമ്പോൾ അതിനെ കാണുന്ന വേറെ രീതിയിൽ, ഒരു ബിസിനസ് ചെയ്യുകയാണ്, ഒരു പ്രൊപ്പോസൽ അയക്കണം, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് അവരെ മീറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ആലോചിക്കുകയാണ്, അത് റിജക്ട് ചെയ്താൽ എന്താവും, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അവിടെ ആ ഫെയിലിയർ വരുമെന്നുള്ള വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ മൈൻഡ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതലും എന്താണ് ചിന്തിക്കുന്നത്, വേഴ്സ്റ്റ് കേസ് സിനാരിയോ, എന്താണ് സംഭവിക്കാൻ പോണേ, അതിന്റെ ഒരു നല്ല വശത്തിന് അല്ലാതെ ഒരു ഏറ്റവും ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതും നമ്മുടെ മൈൻഡിനെ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ അത് ചിലപ്പോൾ മേ ബി ഞാൻ പറഞ്ഞില്ല, അതൊരു ഫ്യൂച്ചർ ഇമാജിനേഷൻ മാത്രമായിരിക്കും, അതൊരു റിയാലിറ്റി ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. യെസ്, ഇനി ഇൻ കേസ് നമ്മളിപ്പോ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ചലഞ്ചസോ തിരിച്ചടിയോ വന്നാൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ സംഭവിക്കാൻ പോകുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും നമുക്ക് സംഭവിക്കാനില്ല. അപ്പൊ നമുക്കിത് എന്തായാലും ചെയ്തു നോക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് നമ്മുടെ മൈൻഡിനെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടും ഡിഫറെന്റ് ആയിരിക്കും. യെസ്, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. 3 months 6 months ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കട്ടെ, ഇല്ല വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ ഓക്കെ, നമുക്കത് വേറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് അടുത്ത ലെവലിലേക്ക് നമുക്ക് വെക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തേർഡ് എന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പാരിസൺ. എന്താണ് കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു സോഷ്യൽ മീഡിയ ലോകത്താണ് ജീവിക്കുന്നത്, റൈറ്റ്? എപ്പോഴും നമ്മൾ കാണുന്നത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന റീൽസുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് വേറൊരാളുടെ ലൈഫാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, യെസ് അവര് ഇത്രയും സക്സസ്ഫുൾ ആയി, എന്തുകൊണ്ട് എനിക്ക് അതൊന്നും ലഭിക്കുന്നില്ല, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ വിചാരിക്കുവാണ്, എന്റെ ഏജിലുള്ള ഇവരൊക്കെ സെറ്റിലായി, ഇവർ പല കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ പിന്നിലായി പോയി. ഇങ്ങനെയുള്ള കമ്പാരിസൺ, നെഗറ്റീവ് ആയിട്ടുള്ള കമ്പാരിസൺസ്, നെഗറ്റീവ് തോട്ട്സുകൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റിയാലിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതൊരു റിയാലിറ്റി ആണെന്ന്. അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് ആയിരിക്കും അവർ കാണിക്കുന്നത്, ബിഹൈൻഡ് ദ സീൻ നമുക്ക് ഒരിക്കലും അറിയില്ല.
അപ്പൊ ബിഹൈൻഡ് ദ സീൻസ് നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിൽ ഒരു ആളുടെ ലൈഫ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ താമസിക്കുകയും അല്ലെങ്കിൽ അവരുടെ കൂടെ അവിടെ ഒരുമിച്ചായിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അവരെ ഏത് തരത്തിലുള്ള ക്യാരക്ടറാണ് എന്താണെന്നുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു റീൽസോ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളോ കണ്ടുകൊണ്ട് നമ്മുടെ ഒരാളുടെയും ലൈഫ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്താണ് ജീവിക്കുന്നതെന്ന് നമുക്ക് പറയാനോ പറ്റില്ല. അവിടെയും നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എങ്ങനെയാണ് ഇപ്പൊ അവർ അച്ചീവ് ചെയ്തു, എനിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നെങ്കിൽ വേണമെങ്കിൽ അവർക്ക് വിളിച്ചു ചോദിക്കാം എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ ഇങ്ങനെ എത്തിച്ചേരാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകണം, ഒരു നേഴ്സാണ്, നിങ്ങൾക്ക് ജർമ്മനി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ജർമ്മനിയിൽ പോയി വർക്ക് ചെയ്യുകയാണ്. അപ്പൊ അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ അവിടെയൊക്കെ എത്തിയത്, അത് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. നല്ലൊരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതിനി ആരാണെങ്കിലും നിങ്ങളുടെ ഒരു വ്യക്തി കാറ് മേടിക്കുവാണെങ്കിലോ വീട് മേടിക്കുവാണെങ്കിലോ ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിനെ ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുക്കുക. ഒരു ജലസ് മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുക. യെസ്, നമുക്കും അത് ചെയ്യാൻ സാധിക്കും, നമുക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്കും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് ആയിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് പോകേണ്ടത്. നമുക്ക് ഓൾറെഡി ഒരു സെൽഫ് വർത്ത് ഉണ്ട്, നമുക്ക് നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സെൽഫ് വർത്ത് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡൗൺ ആയിട്ട് പോകും. അത് മാറിയിട്ട് എന്തെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ്. അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ വളർന്ന കാലം മുതൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, സൊസൈറ്റി, അവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അത് മേ ബി ചിലപ്പോൾ അവർ അറിയാതെ ആയിരിക്കും നമ്മളോട് പറയുന്നത്. പക്ഷെ ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പം അവർ നമ്മളെ കളിയാക്കുന്നു അത് പറയുമ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് പറയാനുള്ള കോൺഫിഡൻസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് സംസാരിച്ചപ്പോഴത്തേക്ക് അത് നമ്മളെ വേറൊരാൾ കളിയാക്കി, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഒരു കളിയാക്കി. അപ്പൊ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു പേടി ഉണ്ടാവും. യെസ്, ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജഡ്ജ് ചെയ്യോ, നിനക്കത് പറ്റത്തില്ല, അല്ലെങ്കിൽ നിനക്ക് അത്ര ടാലന്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ട്രൈ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അത് വീണ്ടും 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 ഇവർ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ട്രൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനുള്ള ചാൻസസ് ഇന്നും ഇപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ, മറ്റുള്ളവർ ജഡ്ജ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ സ്വന്തം വോയിസ് ആയിട്ട് മാറും. മനസ്സിലായോ? മറ്റുള്ളവർ പറഞ്ഞ കാര്യം നമ്മുടെ സ്വന്തം വോയിസ് ആയി മാറിക്കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കോൺഷ്യസ് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ചേഞ്ച് ആവാൻ പറ്റുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു അവയർനെസ് ആണ് വേണ്ടത്. യെസ്, നിങ്ങൾ കോൺഷ്യസ് അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാലും സാധിക്കും. അതുകൊണ്ടാണല്ലോ പല പ്രാവശ്യവും നമ്മളിപ്പോ PSC എക്സാംസ് ഒക്കെ എഴുതി പല ടൈമും കിട്ടാത്ത ആൾക്കാര് എന്തുകൊണ്ട് അവർക്ക് ചിലപ്പം എക്സാം എഴുതി കിട്ടുന്നുണ്ട്. അവർ ആ ഫെയിലിയർ ഒരു 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 എൻ പോയിന്റ് ആയിട്ട് കാണുന്നില്ല. അവർ വീണ്ടും വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവർക്ക് അത് അത്രയും പാഷനേറ്റ് ആണ് അവർ വർക്ക്ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. യെസ്, അപ്പൊ അത് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. നമ്മൾ ആ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. യെസ്, അത് നമുക്കതൊരു ആ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്ത് അത് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുന്നിടത്താണ് നമ്മുടെ റിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ദെൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം സത്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുന്ന എല്ലാം സത്യമല്ല. ഇത് മൈൻഡിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളാണ്. എന്തുകൊണ്ട് നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങള് ആ ആ ഒരു കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഈ തോട്ടുകളും മെന്റൽ പാറ്റേൺസും ആ പഴയ പ്രോഗ്രാമിംഗിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ ആലോചിക്കുന്നത് എന്താണ്? യെസ്, ഞാൻ ആരാണ്,
യെസ്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണേ, എന്റെ ജോലി എന്താണ്, ഞാൻ എന്താണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ പഴയ പാറ്റേണിലേക്ക് പോവുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പാറ്റേണിലേക്ക് പോവുകയാണ്. കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ പക്ഷെ എന്താ നമ്മൾ ഓൾറെഡി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു ഒരു പാറ്റേണിൽ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും. യെസ്, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ എപ്പോഴും ഒരു റുട്ടീൻ വർക്കിലേക്ക് നമ്മൾ പോവാണ്. അവിടെ നിന്ന് മാറി നമുക്ക് എന്തൊക്കെ ചെയ്യണമേ, എന്തൊക്കെ കാര്യങ്ങളിലേക്ക് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങളിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, എന്റെ ഗോളിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് നമ്മൾ ഞാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ സെൽഫിലേക്ക് എങ്ങനെ എനിക്ക് എത്തിച്ചേരാൻ പറ്റും, അതിന് എന്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസൾട്ടിലേക്ക് പോകാൻ പറ്റും. അതോടൊപ്പം ഞാൻ പറയും, ഇങ്ങനെ നമ്മൾ ഇപ്പൊ ഈ ഒരു സെഷൻസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ വർക്കൗട്ട് ചെയ്തു, ഇതിനകത്തുള്ള കാര്യങ്ങൾ, ഇതിനൊരു ഡെയിലി കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ ഡെയിലി കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി മോർണിംഗ് വരുന്നുണ്ട്. ആ സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് പ്രാക്ടീസ് സെഷൻ ആണ് വരുന്നത്. ഈ ഒരു ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെഷൻ ആണ്. നമ്മുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള സെഷൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ പാർട്ടാവുകയാണെങ്കിൽ ഇതുപോലത്തെ ഫ്രീ സെഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇനി നിങ്ങൾ കൂടുതൽ ഇത് ഡെപ്ത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഡിസൈൻ മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കോഴ്സസിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്ന സെഷൻസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിൽറ്റർ ഉണ്ട്. യെസ്, അപ്പം നമ്മൾ എന്താണോ റിപ്പീറ്റ് ആയിട്ട് ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് വന്നു, അത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ മൈൻഡിലേക്ക് ഇൻഫോഴ്സ് ചെയ്യും. യെസ്, ഇതാണ് റൈറ്റ് എന്ന് വിചാരിച്ചിട്ട് അത് എടുക്കാൻ തുടങ്ങും. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം റിപ്പീറ്റ് ആയിട്ട് ചിന്തിക്കുകയാണ്, എനിക്ക് ഇത് പറ്റത്തില്ല, ഇത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എന്ത് സംഭവിക്കും, നമ്മുടെ മൈൻഡ് അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ് കണ്ടെത്താൻ തുടങ്ങും. എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റണില്ല, ആ കാരണങ്ങളും ഉണ്ടായിരിക്കും, ഈ കാരണങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ മൈൻഡ് അതിനുള്ള പ്രൂഫുകൾ തേടാൻ തുടങ്ങും. അതിന് പകരം നിനക്കിത് സാധിക്കും, നീ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്താൽ നിനക്കിത് സാധിക്കും എന്ന് മൈൻഡ് തിങ്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അവിടെ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒരു ഡോർ ക്ലോസ് ചെയ്യുന്നത് പോലെയാണ്. അവിടെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല, മൈൻഡിന് ഒന്നും ചെയ്യാനില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇത് ചെയ്തെടുക്കാൻ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ വേറൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ മൈൻഡ് തന്നെ പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തുറന്നു കാണിക്കും. അപ്പൊ അതിന് എന്താണ്, എനിക്കത് സാധിക്കും, അതിന് എന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ളത് നോക്കാം. ക്ലിയർ? അപ്പൊ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പ് പോകാനുള്ള, ഞാൻ പറയാം, നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെയുള്ള വഴികൾ മൊത്തം നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല. നമ്മള് നമുക്കൊരു ടോർച്ച് അടിച്ചാൽ കിട്ടുന്ന അത്രയും വെട്ടം മതി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അത്രയും പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വഴി നമുക്ക് തുറന്നു വരും. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്കത് സാധിക്കും, ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കും, ഇനി അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്ക് മൈൻഡ് തന്നെ പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങും. ആ ക്ലാരിറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആക്ഷൻസ് ആണ് നമുക്ക് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടിയിട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള തോട്ട് പ്രോസസ്സിന് മാറിയിട്ട് ഉള്ള ഇപ്പൊ കാരല്ലേ ഇൻ ദ പ്രസന്റ് മൊമെന്റിൽ കിട്ടുന്ന ക്ലാരിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആണ്, ഇൻ ദ പ്രോസസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ആ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ മാത്രമേ ഞാൻ എൻജോയ് ചെയ്യൂ എന്നുള്ള ആ ഒരു അത് ചേഞ്ച് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് അവിടോട്ട് സഞ്ചരിക്കുമ്പോൾ ഉള്ള പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഓക്കെ, കാരണം നമ്മൾ എന്ത് കാര്യത്തിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ, ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നു,
എന്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിലും വർക്കൗട്ട് ചെയ്യും 3 മന്ത്സ് 6 മന്ത്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതിൽ നിന്ന് മാറി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ പോകുന്ന പാത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് മതി. അത് പല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പം നിൽക്കുന്ന ഒരു 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 ആം, ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചേരുന്നതിന് ഞാൻ ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടല്ല അത് സംഭവിച്ചത്. പല കാര്യങ്ങൾ ചെയ്തു നോക്കിയപ്പോഴാണ് നമ്മൾ സ്വയം അറിയുന്നത്. യെസ്, എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിൽ എനിക്ക് എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്കുണ്ടാകുന്നത്. അത് ഒരു ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ടോ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മളത് ചെയ്തു തുടങ്ങിയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ യാത്രയില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായിരിക്കും. ഞാൻ പറഞ്ഞു ഒരിക്കലും നമ്മളുടെ നമുക്ക് വേണ്ട കാര്യം അടുത്തല്ല വെക്കുന്നത്. ഒരു 360 ഡിഗ്രി അകലെ നമുക്ക് വെക്കുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നമ്മള് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ആ ജേർണിയിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ വിചാരിക്കുന്ന ഒരു ഡയമണ്ട് എങ്ങനെ മാറുന്നോ, അല്ലെങ്കിൽ ഒരു സ്വർണം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നോ, അതുപോലെ ചില പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ആ പ്രോസസ്സ് ചിലപ്പോൾ നമുക്ക് ചിലപ്പം വേദനിക്കുന്നുണ്ടാവും. എന്നാൽ പോലും അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളത് ചെയ്ത് തുടങ്ങി കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോ ഒരു വീഴ്ചയും കാര്യങ്ങളും എല്ലാം വരും. പക്ഷേ അൾട്ടിമേറ്റ് നിങ്ങളിലേക്ക് ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ചിത്രശലഭം പോലെ. അതതിന്റെ പ്യൂപ്പയിൽ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ അത് ഒരു പുഴുവായിട്ട് ഇരിക്കുമ്പോ നമ്മളതൊരു ചിത്രശലഭമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ അതിന്റെ ആ പ്രോസസ്സിലൂടെ പോയാൽ മാത്രമേ അതൊരു ചിത്രശലഭമായിട്ട് മാറുള്ളൂ. പകരം നമ്മൾ അതിനെ കണ്ടിട്ട് യെസ് ഞാൻ ഇതിനൊന്ന് തുറന്നു കൊടുക്കട്ടെ, അത് പാവം അതിനകത്ത് ഇരുന്ന് സ്റ്റക്ക് ആയിരിക്കുവാണ്, നമുക്കൊന്ന് തുറന്നു കൊടുക്കാം എന്ന് ചിന്തിച്ചാലോ അതൊരു ചിത്രശലഭമായിട്ട് മാറുമോ? ഇല്ല. ആ വേദനയിലൂടെ ആ ഒരു പെയിനിലൂടെ കടന്നുപോയാൽ മാത്രമേ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രശലഭമായിട്ട് മാറുള്ളൂ. നമ്മൾ കാണുന്ന ഭംഗിയുള്ള ഒരു ചിത്രശലഭമായിട്ട് മാറുള്ളൂ. യെസ്, അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സൈക്കിൾ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു സൈക്കിൾ ഉണ്ട്, റൈറ്റ്? തോട്ടുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ഫീലിംഗ്. സോ നമ്മളിപ്പോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ സ്റ്റക്കാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് നമ്മൾ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരുന്നോ നമ്മുടെ ലൈഫ് ആ സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെയായിരിക്കും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ലൂപ്പിൽ പോകുന്നത്. അപ്പൊ ആ തോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മുടെ ഫീലിങ്സ് അതിലോട്ട് കണക്റ്റഡ് ആകും. ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആയി ഫീലിങ്സിലോട്ട് വരും. സോ ആക്ഷൻ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആക്ഷന്റെ അളവ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആക്ഷനിലും അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു ചെറിയ ചിന്തയാണെങ്കിലും നമ്മൾ വിചാരിക്കും, ഓ ഇത് കുഴപ്പമില്ലല്ലോ. നമ്മളിപ്പം ഒരു പൂന്തോട്ടത്തില് കുറച്ച് കള ഉണ്ടാകുന്നു, ഇച്ചിരിയല്ലേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നേ അത് പറിച്ചു കളഞ്ഞില്ലേ, അത് ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ഇത് എല്ലാ ദിവസവും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതേപോലെയാണ് നമ്മള് പല തോട്ടുകളും. അത് എടുത്തു കളയണം. അത് കുഴപ്പമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് എന്റെ ബിഹേവിയറിന്റെ പാർട്ടാണ്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച ആ തോട്ട്സുകൾ നമ്മൾ എടുത്തു കളയാതിരുന്നു കഴിഞ്ഞാൽ ഫുൾ കളയായി കഴിഞ്ഞിട്ട് നമുക്ക് അത് അത് പറിച്ചെടുക്കാൻ പറ്റുമോ? എത്രത്തോളം എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തോട്ട്സ് ആണ് നമ്മുടെ ഫീലിംഗ്സ്. അപ്പൊ തോട്ട്സ് ഒരു പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിലോ, നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട് വന്നാൽ അതിനെ എടുത്ത് മാറ്റിയിട്ട് ഉടനെ തന്നെ ഒരു പോസിറ്റീവ് റീപ്ലേസ്മെന്റ് നമ്മൾ നടത്തി പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫീലിംഗ്സും ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ? അപ്പൊ ആ ഒരു ഫീലിംഗില് ആ ഒരു ഫീലിംഗ്സ് ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് റിസൾട്ട് നമ്മളിലേക്ക് വരും. ഇതായിരിക്കണം നമ്മുടെ എൻഡയർ പ്രോസസ്. ഇനി ഇതിനകത്ത് കാണുന്നവർക്ക് വളരെ അധികം നെഗറ്റീവ് തോട്ട്സ് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും തോട്ടുകൾ വന്നും പോകുന്നതും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളിങ്ങനെ ആ ഇരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നിങ്ങനെ ലൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു ലൂപ്പ് അടുത്ത ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും.
അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടിനെ ശ്രദ്ധിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് തോട്ടിനെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ബുക്കിനകത്ത് ആ തോട്ടുകൾ എഴുതുക. എന്താണ് വരുന്നത്, മനസ്സിൽ വരുന്ന എന്ത് തോട്ടായിക്കോട്ടെ അതിങ്ങനെ എഴുതുക. ഓക്കെ, എഴുതി 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 നിങ്ങളുടെ മനസ്സിന്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എൻഡ് പോയിന്റിലെത്തും. കാരണം മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മൈൻഡിൽ ഇങ്ങനെ അത് പുറത്തു പോകാതിരുന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ലൂപ്പായിട്ട് വർക്കൗട്ട് ചെയ്യും. പകരം എന്താ, നിങ്ങൾ മൈൻഡിൽ വരുന്ന എല്ലാ തോട്ട്സുകളും തീർന്നു വരെ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന എല്ലാം നിങ്ങൾ എഴുതി വെക്കുക. കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പോയിന്റിലെത്തും, യെസ് ഒന്നും എഴുതാനില്ല എന്നൊരു സിറ്റുവേഷൻ വരെ. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഇതിന് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ, ഓപ്പോസിറ്റ് ആയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉണ്ടോ. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ എഴുതി. എനിക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി. ആ നെഗറ്റീവ് തോട്ട് എക്സാമ്പിൾ പറയാണ്, അങ്ങനെ എഴുതി. നിങ്ങൾ ഏത് സിറ്റുവേഷൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ എഴുതി 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 എല്ലാം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ. ഞാൻ എന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് എന്ത് കാര്യത്തിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കോൺഫിഡൻസ്, എന്റെ അടുത്ത് ഈ റീസെന്റ് ആയിട്ട് യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ച ഒരു വ്യക്തി വെച്ച്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, മറ്റുള്ളവർക്ക് മുന്നിൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് മനുഷ്യരും ഏറ്റവും നല്ല കോൺഫിഡന്റ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെന്ന് ആൾക്കാർക്ക് പോയി സംസാരിക്കുക അല്ല ചെയ്യേണ്ടത്. യു ഹാവ് ടു പ്രാക്ടീസ്. എവിടെ പ്രാക്ടീസ് ചെയ്യണം, ആരും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. എന്ത് കാര്യം നിങ്ങൾ പഠിച്ചെടുക്കാൻ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ ആരും വേണ്ട, നിങ്ങളുടെ റൂമിൽ നിങ്ങൾ കഥ കടച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ഇപ്പം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സംസാരിക്കണം, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന കാര്യമായിരിക്കാം. ഇതെല്ലാം നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അവരുടെ മുന്നിൽ എത്തുന്നതിന് മുന്നേ ഈ പ്രസന്റേഷൻ എങ്ങനെ അവതരിപ്പിക്കണം, ആ പ്രസന്റേഷൻ അത്രയും പ്രാക്ടീസ് ചെയ്ത ഒരാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അതിന് ഇങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റിയോട് സംസാരിക്കും. അവിടെ നമ്മുടെ ബോഡിയിൽ ആ കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരിക്കും, കണ്ണിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആകും. അത് ചെയ്ത് 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 വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമാണ്. അതാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റേജ്, നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തു. അടുത്ത സ്റ്റേജ് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു സ്മോൾ സർക്കിളിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് അകത്ത് സംസാരിക്കുക. പലരും കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും ഓക്കെ അതെന്താ പ്രശ്നം, ഇപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ആ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റാത്ത ഒരാൾ ആ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റണം. ആ ആ ഒരു 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 ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുകയാണ്. യെസ്, അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ഡിഫറൻസ് നമ്മുടെ ബോഡിയിൽ വരും, നമ്മുടെ കണ്ണുകളിൽ വരും. അത് 1 2 3 അങ്ങനെ പതുക്കെ സർക്കിളിലേക്ക് മാറ്റും, പതിയെ പതിയെ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. എന്റെ കരിയറിന് അങ്ങനെ ഒരു ഗ്രോത്ത് വേണം, എന്റെ ബിസിനസ്സിൽ അങ്ങനെ ചെയ്താലേ എനിക്ക് ഗ്രോത്ത് വരുവാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും തല കുനിഞ്ഞ് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അത് നമ്മൾ ഫേസ് ചെയ്താലേ പറ്റുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറയുന്നു പറഞ്ഞാലും ഞാനത് ഫേസ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്ക് എത്തുക. നിങ്ങൾ വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജില് നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യത്തിലും തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ബോഡി പൊസിഷനിലാണെങ്കിലും നമ്മുടെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ഫേസ് ചെയ്യുന്ന കാര്യത്തിലും അവർ അറിയാതെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും, സ്വിച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുനാളിൽ പല കാര്യങ്ങളും ലൈഫിൽ നടന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയി എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് ഇപ്പൊ ചെയ്യാൻ പറ്റും ഫോർ ദ ഗ്രോത്ത്, ഫോർ ദ ഇംപ്രൂവ്മെന്റ്. ആരും നമ്മൾ തടസ്സമായിട്ട് നിൽക്കത്തില്ല. നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. ദാറ്റ് ഈസ് അവർ. ആ ഒരു ചോയ്സ് എടുക്കാൻ, ആ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം നിങ്ങൾ തയ്യാറായാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പതുക്കെ പതുക്കെ അതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. മൈൻഡ് എന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സെർവന്റ് ആണ്.
കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ് മാസ്റ്റർ. ആ മാസ്റ്റർ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അലൈൻഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ തോട്ട്സിനെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, എന്റെ ജീവിതത്തിൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് എന്ന് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റം നമുക്കുണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഫേസ് ദ ഫിയർ എന്ന് പറയത്തില്ലേ, ഫിയറിനെ നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പം അതിൽ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.